നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാം അധ്യായം. അതിൽ 30-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു, 10-ാമത്തെ ഭാഗമായിട്ട്. കൽപ്പാന്തേ ഇതമാദായ ശയാനേ ഭസ്യുതന്വത ശിശയിഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ. കൽപ്പാന്തേ, കൽപ്പകാലത്തിൻ്റെ അവസാനം. ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് കൽപ്പകാലം. ആ കൽപ്പകാലത്തിൻ്റെ അവസാനം ഇതിനെ ആദായ സ്വീകരിച്ചിട്ട് ഉദന്വത സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ, ജലാശയത്തിൻ്റെ, അംഭസി ജലത്തിൽ. ഇപ്പോൾ സമുദ്രത്തിൽ, ജലത്തിൽ, ശയാനെ, ഇവിടെ കാരണജലത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത്. ശയാനെ ശയിച്ചിരിക്കുന്ന, ശിശയിഷോഹോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, വിഭോഹോ ആ ബ്രഹ്മാവിൻ്റെ അനുപ്രാണം പ്രാണനോടുകൂടി, അന്തഹ ഉള്ളിൽ, അഹം ഞാൻ, വിവീശേ പ്രവേശിച്ചു. ഇപ്പോൾ 5 വയസ്സായുള്ള ഉണ്ണി ഈ കാലക്രമത്തിൽ എത്ര വയസ്സിലാണ് ജീവൻ വിട്ടുപോയത്, മരിക്കുക എന്ന് പറയാൻ നിവൃത്തിയില്ല, മുക്തിയാണ്. അപ്പോൾ മരണമല്ല, ദേഹം വിട്ടുപോകലാണ്. അങ്ങനെ നേരെ ചെന്ന് ചേർന്നത് ബ്രഹ്മാവിലാണ്. അത് ഭഗവാനാകുന്ന, ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ബ്രഹ്മാവിൽ തന്നെയാണ് ചേർന്നത്. പക്ഷെ ഇങ്ങനെയാണ്, ഭഗവാനിൽ ചേർന്നു, അത് കഴിഞ്ഞ് ബ്രഹ്മാവിൽ വന്നു, പിന്നെ ബ്രഹ്മാവെന്ന് പുറത്തു വന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പകലത്തെ സമയമാണ് കൽപ്പം ബ്രഹ്മാവിന്. നൈമിത്തിക പ്രളയം രാത്രി, രണ്ടും തുല്യമാണ്, 12-12. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ ആ കൽപ്പം കഴിയുന്ന സമയത്താണ് ഈ നാരദൻ അവിടേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ബ്രഹ്മാവിൻ്റെ ആ ബ്രഹ്മാവിലേക്ക്, ചൈതന്യത്തിലേക്ക് എന്നാണ്, ബ്രഹ്മാവിൻ്റെ ചൈതന്യത്തിലേക്ക്, അപ്പോൾ ബ്രഹ്മാവിലേക്ക് ചേർന്നു. കൽപ്പാന്തേ ഇതം ആദായ, കൽപ്പാവസാനത്തിൽ ഇത് മുഴുവൻ, ഉദന്വത ഈ കാരണജലത്തിൻ്റെ അംഭസി ആ ജലത്തിൽ, ശയാനെ ഇനി ഉറങ്ങുകയാണ് പണി. അപ്പോൾ ബ്രഹ്മാവിന് 108 വയസ്സുണ്ട്. ഈ 108 വയസ്സിൽ ഒരു വർഷം 365 ദിവസം. അതിലെ ഒരു ദിവസം, അതിലെ ഒരു പകല്, അതാണ് ഈ കൽപ്പം. അപ്പോൾ ഈ കൽപ്പം തന്നെ 1000 ചതുർയുഗ കാലം ഉണ്ട്. ഈ 1000 ചതുർയുഗ കാലത്തിലെ 72 മന്വന്തരങ്ങൾ, 14 മന്വന്തരങ്ങൾ, ഓരോ മനുവിനും 72 വയസ്സുണ്ട്. അപ്പോൾ 14 മന്വന്തരങ്ങൾ ഈ കൽപ്പകാലത്തിൽ 1000 ചതുർയുഗമായിട്ട്, അങ്ങനെ 72 വയസ്സ് ഓരോ മനുവിന് വരും. അപ്പോൾ ഇത്രയും ദീർഘിച്ചതായിട്ടുള്ള ഒരു കാലത്തിൻ്റെ ഉള്ളിലാണ് ഈ നാരദൻ അവിടേക്ക് എത്തിയത്. 4,32,000 വർഷങ്ങളുണ്ട് കലിയുഗം മാത്രം. അങ്ങനെ 12,000 ദിവ്യ വർഷമുണ്ട്. 12,000 ദിവ്യവർഷം. നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബൃഹത്ത് ആയിട്ടുള്ള ഒരു കാലഗണന വളരെ കൂടുതലാണ്. അപ്പോൾ ലയിച്ചത് ആ അവസാനത്തെ കൽപ്പത്തിലെ വൈകുന്നേരം, ഏറ്റവും അവസാനത്തെ ഒരു സമയത്തായിരിക്കണം, ഒരു ചതുർയുഗത്തിലായിരിക്കണം. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭാഗവതത്തിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ അതിൽ നിൽക്കണ്ട. ഇത് സൂചിപ്പിച്ചത് എന്തിനാ വെച്ചാൽ, നാരദൻ എപ്പോഴാണ് ലയിച്ചത്, പിന്നെ രണ്ടാമത് എപ്പോഴാണ് വന്നതെന്ന് വ്യാസൻ ചോദിച്ചു. ഈ ഓർമ്മ കിട്ടാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിലൊക്കെ പറഞ്ഞത് ഇങ്ങനെ നേരിട്ട് ലയിച്ചു. എനിക്ക് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു നിയോഗം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നാരദ വേഷം തന്നത്, നാരദ ശരീരം തന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഏകാർണവത്തിൽ എന്നാണ് ഈ ഉദന്നത അംഭസി, ആ സമുദ്രജലത്തിൻ്റെ, കാരണജലത്തിൻ്റെ, അതിൽ ശയിക്കുന്നതായിട്ടുള്ള എന്ന ഭാഗത്തിൽ വിസ്തരിച്ചിരിക്കുന്നത്. വ്യാഖ്യാനം പറഞ്ഞെന്ന്
അപ്പോൾ ഈ കൽപ്പാവസാനത്തിൽ മൂന്ന് ലോകവും ഭഗവാനിൽ ലയിക്കും. അത് ബ്രഹ്മാവിൽ ലയിക്കുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ലയിക്കുന്നോ, ഇത് എവിടെ നിന്ന് രണ്ടാമത് വരണു എന്നോ അതിനെക്കുറിച്ച് അത്ര ചിന്തിക്കേണ്ടെന്ന് തോന്നുന്നു. എല്ലാം ബ്രഹ്മാവിൽ നിന്ന് വരുന്നു എന്നാണ് ഭാഗവത പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവ് എപ്പോഴാണോ 108 വയസ്സ് കഴിഞ്ഞ് ഭഗവാങ്കൽ ലയിക്കുന്നത്, അതുവരെ ഉള്ള സൃഷ്ടികൾ മുഴുവൻ ബ്രഹ്മാവിൽ നിന്നും സ്വയമേവ ഉണ്ടാകുന്നു. ബ്രഹ്മാവിനും ഒരു പുതിയ ശരീരം എടുക്കണമെങ്കിൽ ബ്രഹ്മാവ് സ്വയമേവ തന്നെ മറ്റൊരു ശരീരം എടുക്കുകയാണ്. ഇനി ഭഗവാന്റെ ആശ്രയം വേണ്ടി വരാറില്ല. ബ്രഹ്മാവിന് സ്വയം ശരീരം എടുക്കാം എന്ന് 3-ാമത്തെ സ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 6 തരത്തിലുള്ള ശരീരം എടുത്തതായിട്ട് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അപ്പോൾ ശരീരം എടുക്കാൻ ബ്രഹ്മാവിന് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ആ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ബ്രഹ്മാവിന് ഭഗവാനെ ആശ്രയിക്കണം. എപ്പോഴേ വേണ്ടു? ആത്യന്തിക പ്രളയ ശേഷമേ വേണ്ടു. പിന്നെ അനുഗ്രഹം വാങ്ങിയേ വേണ്ടു. അതുകൊണ്ട് ബ്രഹ്മാവിൽ ഞാൻ ലയിച്ചു, ഇത് പറയാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൽപ്പാന്തേ ഇതം ആദായ, കൽപ്പ അന്തത്തിൽ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസാനം ഇതിനെ എടുത്തിട്ട് ശയാനെ, ഉറങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കിടക്കുന്നതായിട്ടുള്ള അംഭസി ഉദന്വത, ഈ അംഭസിൽ, ഈ ജലത്തിൽ, ആ സമുദ്രത്തിൽ, കാരണജലത്തിൽ ശിശൈഷോഹോ അനുപ്രാണം. അപ്പം ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഈ അനുപ്രാണം, ആ പ്രാണനോട് കൂടിയിട്ട്, ഇപ്പോൾ 10 പ്രാണങ്ങളുണ്ട്. 5 പ്രാണങ്ങൾ ഊർധ്വപ്രാണങ്ങൾ, 5 പ്രാണങ്ങൾ അധപ്രാണങ്ങൾ. അപ്പോൾ ഈ 10 പ്രാണങ്ങളോട് കൂടിയിട്ട് അതിലേക്ക് വിവിശേ പ്രവേശിച്ചു, ഞാൻ അതിലേക്ക് പ്രവേശിച്ചു. അന്തഹ അഹം വിഭോ, ഞാൻ അതിലേക്ക് വിഭുവിൻ്റെ, ഈ ബ്രഹ്മാവിൻ്റെ ആ ഉള്ളിലേക്ക്, ബ്രഹ്മാവിലേക്ക് എന്നർത്ഥം, ബ്രഹ്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് ഞാൻ ലയിച്ചു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ബ്രഹ്മാവിൻ്റെ ആ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് ബ്രഹ്മാവ് ചെയ്തേർന്ന പ്രവൃത്തി ഈ ഉറങ്ങുക എന്നതാണ്. അത് കാരണജലത്തിൽ ലയിക്കുന്നതായിട്ടുള്ള, കാരണത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ്. അപ്പോൾ ഓരോ ദിവസവും ഉറങ്ങുന്നു. പിന്നീട് അത്രയും കാലം നൈമിത്തിക പ്രളയമായിട്ട് ഇരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഉണരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാനെ പൂജിക്കുക, സ്തുതിക്കുക, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യണം. നമ്മളെങ്ങനെയൊക്കെ ചെയ്യണം വെച്ചാൽ അതേപോലെ തന്നെ. എന്നിട്ടാണ് സൃഷ്ടിയാദികൾ തുടങ്ങുക. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചതാണ്. കൽപ്പാന്ത ഇതം ആദായ ശയാനെ അംഭസി ഉദന്വത ശിശൈഷോഹോ അനുപ്രാണം വിവിശേ അന്തരഹം അന്തഹ അഹം വിഭോഹോ. കൽപ്പാന്ത, ആ ബ്രഹ്മാവിൻ്റെ ഒരു പകല് അവസാനിക്കുന്ന സമയത്ത് ഇതം ആദായ, ഈ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ, അങ്ങനെയാണ്, ഇത് മുഴുവൻ എടുക്കും. ആ കൂട്ടത്തിലാണ് ഞാനും പെട്ടത്, ഈ നാരദനും പെട്ടത്. ശയാനെ കിടക്കുന്നതായിട്ടുള്ള അംഭസി ഉദന്നത, ആ കാരണജലത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ശിശൈഷോഹോ, അവിടെ ശയിക്കണമെന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് അനുപ്രാണം, തൻ്റെ ഈ 10 പ്രാണങ്ങളെ മുഴുവൻ, ഈ 10 പ്രാണങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് കൊടുക്കുകയാണ്, അംശാംശമായിട്ട്. അപ്പോൾ അതിൽ നാരദനും ഈ 10 പ്രാണങ്ങൾ കിട്ടിയിട്ടുണ്ട്, നമുക്കൊക്കെ 10 പ്രാണങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രാണങ്ങളോട് കൂടിയിട്ട് വിവിശേ അതിലേക്ക് പ്രവേശിച്ചു, ബ്രഹ്മാവിലേക്ക് പ്രവേശിച്ചു, ബ്രഹ്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചു. അന്തഹ അഹം വിഭോഹോ, അവിടെ ബ്രഹ്മാവിൻ്റെ വിഭോഹോ, ബ്രഹ്മാവിൻ്റെ അന്തഹ ഉള്ളിലേക്ക്, അഹം ഞാനും പ്രവേശിച്ചു, നാരദനും പ്രവേശിച്ചു. കൽപ്പാന്ത ഇതമാദായ ശയാനേംഭസ്യുതന്നത ശിശൈഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ. ഇനി 31-ാമത്തെ ശ്ലോകം. സഹസ്രയുഗപര്യന്ത ഉത്ഥായേദം ശുശ്രക്ഷത മരീചിമിശ്ര ഋഷയ പ്രാണേഭ്യോഹം ച ജഗ്നിരേ. ഇനി എങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്ന് പറയാം. നാരദ് എങ്ങനെയാണ് ഉണ്ടായത്? സഹസ്രയുഗപര്യന്തേ, സഹസ്രയുഗപര്യന്തത്തിൽ ഇപ്പോൾ 1000 യുഗമാണെന്ന് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം. അത്രയും കാലം, അപ്പോൾ 1000 ചതുർയുഗം അവിടെ രാത്രിയുണ്ട്. ആ കാലം കഴിഞ്ഞതിന് ശേഷം ഉത്ഥായ, ബ്രഹ്മാവ് എഴുന്നേറ്റു. എന്നിട്ടോ ഇതം, ഈ സൃഷ്ടിക്കപ്പെട്ടതിനെ മുഴുവൻ ശുശ്രൂക്ഷത, വീണ്ടും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവം,
പ്രാണേഭ്യ അഭി പ്രാണങ്ങളോട് കൂടിയിട്ട്. പിന്നെയോ മരീചി മിശ്രാഹ മരീചി രാത്രി അങ്കിരസ പുലസ്ത്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച ദശമ തത്ര നാരദ. 10ാമത്തെയാണ് നാരദനായിട്ട് വരിക. അപ്പോൾ ഈ മരീചി മിശ്രാഹ മരീചി തൊട്ടുള്ള ഓരോരുത്തരും ആദ്യത്തെ പ്രജാപതികൾ ഋഷികളും അഹം ച ഞാനും ജജ്ഞിരേ ജനിച്ചു. അപ്പം ഇങ്ങനെ സഹസ്രയുഗ പര്യന്തേ ആ നൈമിത്തിക പ്രളയമാകുന്ന 1000 ചതുർയുഗമാകുന്ന ആ കാലയളവ് കഴിഞ്ഞതിൻ്റെ ശേഷം ഉത്ഥായ എഴുന്നേറ്റതായിട്ടുള്ള ഈ ബ്രഹ്മാവ് ഇതം ശുശ്രൂഷത ഈ ബ്രഹ്മാണ്ടത്തെ വീണ്ടും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. പ്രാണേഭ്യ സമം പ്രാണങ്ങളോട് കൂടിയിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ വേണം? ജീവൻ വേണം, പ്രാണൻ വേണം, മനസ്സ് വേണം, ഈ 10 ഇന്ദ്രിയങ്ങൾ വേണം, 10 പ്രാണങ്ങൾ വേണം, സകലതും വേണം. എല്ലാം കൂടിയിട്ട് 108 തത്വം 121 തത്വമൊക്കെ ഉണ്ട്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഭാവഹാവാദികളൊക്കെ കൂടിയിട്ട് നമ്മൾ സാധാരണ 24 തത്വം എന്നാണ് പറയുക. അത് പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളുമായ 10ആയി. പിന്നെ 10 ഇന്ദ്രിയങ്ങളും മനസ്സും. അങ്ങനെയാകുമ്പോൾ 24 തത്വമായി. മനോബുദ്ധിരഹങ്കാര ചിത്തം. അതിൻ്റെ അടുത്തത് പ്രകൃതി മഹത് അഹം. അപ്പോൾ 3ആയി. 24 3 27. 10 പ്രാണങ്ങൾ. അപ്പോൾ 27 10 37ആയി. ഇങ്ങനെ ക്രമത്തിൽ ഈ നെഗറ്റീവ്സും വരും പോസിറ്റീവ്സും വരും. അതിലിതൊക്കെ വരുന്നതാണ് പറയണം. ഭഗം വരും 6 അതേപോലെ ഐശ്വര്യങ്ങൾ വരും. ഈ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഷഡ്വൈരി ഷഡൂർമി ഷഡരി മറ്റേ പഞ്ചക്ലേശങ്ങൾ അതൊക്കെ അതിൽ തത്വങ്ങളാണ്. നമ്മുടെ അസൂയ മാത്സര്യ ഋഷ്യാവമാന ക്ഷുദ്വിപാസാദി സകലതും തത്വങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹ. പിന്നെ അവിടുന്ന് സാത്വികമായിട്ട് അനവധി ഗുണങ്ങളുണ്ട്. സിദ്ധികൾ 23 എണ്ണുണ്ട്. അതൊക്കെ ഈ താത്വികമായിട്ടാണ് വരിക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 121 തത്വങ്ങൾ ഉണ്ട്. അത് മുഴുവനെ ഈ സൃഷ്ടിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരും. അതൊക്കെ സത്വരജസ്തമോ ഗുണങ്ങൾ. അപ്പോൾ 37 3 40 മഹത് പ്രകൃതി മഹത്ത് അഹം എന്ന 3 എണ്ണാണ്. അതിൽ ജീവനോട് കൂടിയിട്ട് ആവുമ്പോൾ 41. അപ്പോൾ 41 മഹത്തും ജീവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ദേഹം, അത് ഈ സമഷ്ടി വ്യഷ്ടി എന്ന് പറയും. അപ്പോൾ അതിൽ വ്യഷ്ടി ഭാവത്തിലെടുക്കുമ്പോൾ ദേഹം ഒരു തത്വമാണ്. കപില മഹർഷി പറയുന്നുണ്ട് 25ാമത്തെ തത്വമായിട്ട് ദേഹം. അപ്പോൾ ഇവിടെ 41 എന്നുള്ളത് മഹത്തും ജീവനും ഒന്നായിട്ട് കണക്കാക്കുമ്പോൾ ഈ ദേഹം വ്യഷ്ടിയിലുള്ള ദേഹം അത് സമഷ്ടി വിരാട്ടാണ്. അത് പ്രകൃതിയിൽപ്പെട്ടു. അപ്പോൾ വ്യഷ്ടിക്ക് പ്രത്യേകം കാണില്ല. അതുകൊണ്ട് 41ാമത്തെ കപില മഹർഷി പറഞ്ഞത് 25ാമത്തെ തത്വമായിട്ടാണ് ദേഹം എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ 41 കണക്കാക്കിക്കൊണ്ട് അപ്പോൾ നമ്മളൊരു വ്രതം എടുക്കുമ്പോൾ 41 ദിവസത്തെ വ്രതം വേണം. മണ്ഡലകാലം 41 ദിവസം. 41 തിരിയിട്ടിട്ട് ഒരു യജ്ഞം നടത്തുമ്പോൾ പൂർണ്ണ ഫലം എന്നാണ് പറയുക. ദേഹബോധം ഉണ്ടെങ്കിൽ ആ ദേഹബോധത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. 41 തിരി എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ തിരി വാങ്ങുമ്പോൾ അതിലൊക്കെ മറ്റേ ഒരു തിരിയിൽ 4 5 6 ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് എണ്ണ. എന്നിട്ട് 41 തിരി. അത് ഒരു വിളക്കിൽ 5 തിരി. ആ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ 2 തിരി ഒരു വിളക്കിൽ, 5 തിരി ഒരു വിളക്കിൽ, 7 ആവാം 9 ആവാം 11 ആവാം. അപ്പോൾ അതിങ്ങനെ കണക്കാക്കുക. ടോട്ടൽ എത്ര? 2 7 2 5 7 9 11 ഇങ്ങനെ ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 41 ഉണ്ടാക്കാൻ പ്രയാസമില്ല. അങ്ങനെ 41 തിരിയിട്ടിട്ട് ഒരു യജ്ഞം നടത്തുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഫലമാണ്. ഞാൻ പലപ്പോഴും യജ്ഞം നടത്തുമ്പോൾ ഈ തിരികളുടെ എണ്ണം, വിളക്കിൻ്റെ എണ്ണം 5 വിളക്ക്, 3 വിളക്ക്, 2 വിളക്ക്, 7 വിളക്ക്, 9 വിളക്ക്, 11 വിളക്ക്. അതേപോലെ ഈ ചരാദികളൊക്കെ വയ്ക്കുമ്പോൾ 9 18 36 108 ഇങ്ങനെ സംഖ്യ കണക്കാക്കിയിട്ടാണ് ദീപം വയ്ക്കാറ്. വെറുതെ വാരിക്കോരി കുറേ വെപ്പിക്കാറില്ല. എത്ര എണ്ണം നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ആ
ചെരാതിൻ്റെ ഇരിക്കാനുള്ള സ്ഥലം, കത്തിക്കാൻ വിഷമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ കണക്കാക്കിയിട്ട് വെപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിൻ്റെ നിന്നും നമുക്ക് ആ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് അവരത് സ്വീകരിച്ച് ചെയ്യുന്നത് കാണാറുണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലവും കിട്ടാറുണ്ട്. അപ്പോൾ യജ്ഞം നടത്തുമ്പോൾ പലതും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ പുരാണം എഴുതിക്കൊണ്ടിരിക്കുന്നത് ദേവീ മഹാത്മ്യമാണ്. ആ ദേവീ മഹാത്മ്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഗദ്യമായിട്ടാണ് ദേവീ മഹാത്മ്യ നവാഹം എങ്ങനെ, ദേവീ ഭാഗവത നവാഹം എങ്ങനെ നടത്തണം. അപ്പോൾ അതിൽ ഈ പ്രഭാഷണം കൂടി ഓരോ അധ്യായത്തിൽ ഇന്നതാണ് ഉള്ളത്. അതിൽ പ്രഭാഷണം ചെയ്യാൻ പാകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. കഥ ഗദ്യമായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ അതിൻ്റെ വിധി, ഓരോ ദിവസം എന്ത് ചെയ്യണം, ഓരോ ദിവസം രാവിലെ എവിടെ വെച്ച് നിർത്തണം. ഇപ്പോൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പകലും രാത്രിയും ഉച്ചയ്ക്കും പല രീതിയിലാണ് നിർത്തുക. വായനയ്ക്കനുസരിച്ചാണ് നിർത്തും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നതും എങ്ങനെ എന്നുള്ളത് അതിനൊരു ഏകദേശം ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് കൂടുതൽ നന്നാവുക എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിയുന്നതും വൈകുന്നേരം കഴിയുന്നതായിട്ടുള്ള സമ്പ്രദായമാണ്. 7 അഹസ് 9 അഹസ്, അവയുടെ നവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അഹസാണ്. അപ്പോൾ 9 ദിവസം മുഴുവൻ വേണം എന്ന ശാഠ്യക്കാരുണ്ട് ചിലർ. ഇന്നത്തെ സാഹചര്യത്തിൽ 9-ാം ദിവസം ഉച്ചയ്ക്ക് കഴിയണം, 7-ാം ദിവസം ഉച്ചയ്ക്ക് കഴിയണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ ആ ഒരു രീതി അവലംബിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വൈകുന്നേരം കഴിയാൻ പാകത്തിനല്ല, ഉച്ചയ്ക്ക് കഴിയാൻ പാകത്തിനാണ്. ഇനി ഇത് വൈകുന്നേരത്തേക്ക് ആക്കാൻ പ്രയാസമില്ല എന്നും പറയും. ഗായത്രിയാണ് ഏറ്റവും ഒടുക്കം വരിക. അപ്പോൾ ഗായത്രി ഒടുക്കം വരുന്ന ദിവസം എത്ര അധ്യായമാണോ വായിക്കേണ്ടത്, അത് എത്ര പറയാൻ പറ്റും, ഇത് കണക്കാക്കിക്കൊണ്ടാണ് ഗായത്രിയുടെ ആ ഒരു വിന്യാസം ദേവീഭാഗവത പ്രകാരം. അതിവിടെ പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ കാലഗണനയ്ക്ക് വളരെയധികം പ്രാധാന്യം, ദീപനാളത്തിന് വളരെ പ്രാധാന്യം. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് ഈ സൃഷ്ടിക്കുന്ന സമയത്ത് എപ്രകാരത്തിലാണോ നാം ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതിനെ മുഴുവൻ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക, സമർപ്പിക്കുക. യജ്ഞത്തിന് അങ്ങനെയാണ് വിധി. നാം സ്വീകരിച്ചത് മുഴുവനെ ഭഗവാന് സമർപ്പിക്കുക എന്ന ഭാവത്തിലാണ് യജ്ഞത്തിൻ്റെ ഈ നടത്തിപ്പ്. അത് ആചാര്യനും ബാധകമാണ്, ഈ കമ്മിറ്റിക്കാർക്കും ബാധകമാണ്, ശ്രോതാക്കൾക്കും ബാധകമാണ്. അപ്പോൾ അതിനെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ദേഹം പിന്നീട് സ്വീകരിക്കേണ്ടാത്ത ഒരവസ്ഥയിലെത്തും എന്നാണ് ഭാഗവത പ്രകാരം അത് പഠിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ യജ്ഞം ഞാൻ നടത്താറ്. ഘോഷങ്ങൾക്ക് മറ്റ് ഇതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. ആട്ടും പാട്ടും അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. എന്ത് ചെയ്യാന്ന് വെച്ചാലും വഴിപാട് ക്ഷേത്രത്തിലാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ ആ വീടിന്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്ലാനിങ് ആണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ പ്രഭാഷണം മാത്രമേ ലേശം മോശം ഉണ്ടാവുള്ളൂ. അത് സാരമില്ല, അത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. എങ്കിലും ഒരു പഠനം നടത്തിയതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഫലവും ഉണ്ട്. അപ്പോൾ നേദ്യാധികാരങ്ങൾ, കർപ്പൂരാധികാരങ്ങൾ, അതൊക്കെ ഇപ്പോൾ എൻ്റെ ഭാഗവതത്തിൽ ഞാൻ അതാത് ശ്ലോകങ്ങളിലേക്ക് നേദ്യ വേണ്ടച്ച അത് എഴുതിയിട്ടുണ്ട്, കർപ്പൂര വേണ്ടച്ച അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ സർവത്ര പറയുക വേണ്ടി വെച്ചാൽ അതും എഴുതിയിട്ടുണ്ട്. സ ക നേ എന്ന് കാണാം എൻ്റെ ഭാഗവതത്തിൽ. അനവധി ആൾക്കാരത് വായിക്കണം. ഈ ആചാര്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും അതിനെ സ്വീകരിക്കുന്നുണ്ട്. ആചാര്യന്മാർക്ക് എന്താ വെച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് കാരണക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പോട്ടെ, ഞാനത് പഠിച്ചതുകൊണ്ടാണ് അത് ഭഗവാൻ എന്നോട് പറഞ്ഞു ഞാൻ ആ രീതിയിൽ എഴുതിയെടുക്കുക. അല്ലാണ്ട് എനിക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടല്ല. ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സഹസ്രയുഗ പര്യന്തേ ഉത്ഥായ ഇതം ശുശ്രൂഷത. അതാണ് ബ്രഹ്മാവ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതേപോലെ ബ്രഹ്മാവ് കിടക്കുമ്പോൾ ഇത് മുഴുവൻ തന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അതേ ഒരു ദിവസം ഉറങ്ങുമ്പോൾ സർവം മറക്കും. ഉണർന്നു കഴിഞ്ഞാൽ തലേ ദിവസത്തെയും അതിൻ്റെ മുന്നത്തെയും പറ്റാവുന്നതൊക്കെ നമ്മൾ ഓർത്തിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അത് പ്ലാൻ ചെയ്യും. എന്ന കൂട്ടത്തിൽ ബ്രഹ്മാവും ചെയ്തു.
അങ്ങനെ ഞാനും അതിൽ മരീചി തൊട്ടുള്ള പ്രജാപതിമാരുടെ കൂടെ വന്നു എന്നാണ് നാരദൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് മുഴുവൻ സമർപ്പിക്കണം. നാരദൻ ചെയ്തത് അതാ. സനകാദി മഹർഷിമാരിൽ നിന്ന് ഭാഗവതം കേട്ടു. അത് മുഴുവനെ ഭഗവാന്റെ സ്മരണയോട് കൂടിയിട്ട്, ഭഗവാനെ കാണാനുള്ള ഇച്ഛയോട് കൂടിയിട്ട് ചെയ്തു. ഭഗവാൻ ദർശനം കൊടുത്തു. അശരീരി പറഞ്ഞു, ഈ ജന്മം കൊണ്ട് നിനക്ക് പൂർണ്ണമായിട്ടുള്ള ലയം ഞാൻ സാധിപ്പിച്ചു തരാം. ഈ ജന്മത്തിൽ ഇനി എന്നെ കാണാൻ സാധിക്കില്ല. ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരൻ ആണ്, കാണാൻ പറ്റാത്തവനാണ്. അപ്പോൾ ജ്ഞാനാവണം, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനാവണം, ഭക്തിയോട് കൂടിയിട്ട് ലയിക്കണം. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന ഈ ജന്മം പ്രാരബ്ധം ഇല്ലാത്ത ദേഹമാണ്. നമ്മുടെയൊക്കെ പ്രാരബ്ധ ദേഹമാണ്. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. ഇപ്പം ഇന്നലെ നമ്മളത് പറഞ്ഞു. ഈ പഞ്ചപ്രാണൻ, അതേപോലെ മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ, അതോട് കൂടിയിട്ട് അത് പഞ്ചീകരണ വ്യവസ്ഥയിൽ പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളെല്ലാം കൂടിയിട്ട് ഈ ഭൂതങ്ങളാൽ, ഭൂതത്തോടു കൂടി ചേർന്ന് ഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഈ ദേഹം സൂക്ഷ്മാംഗം ആണ്. അത് ഭോഗസാധനമാണ്, പ്രാരബ്ധം തീർക്കാനുള്ള ഒരു ഉപകരണ. അപ്പോൾ അതിനെ ഇപ്പം നമ്മുടെ ശരീരം ആ അവസ്ഥയിലിരിക്കുമ്പോൾ നാരദൻ അത് നാരദൻ്റെ ആവശ്യത്തിനല്ല, ഭഗവാന്റെ ആവശ്യത്തിന് നാരദനെ വിട്ടതാണ്. എപ്രകാരത്തിലാണോ ഭഗവാൻ സകല സ്വരൂപം എടുത്തുകൊണ്ട് സ്വയം അവതാരമൂർത്തികളായിട്ട് വരുന്നത്, അതേപോലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ടും ഈ നാരദനെ പോലെയുള്ള അംശാവതാരങ്ങളായിട്ടും മനു തൊട്ടുള്ളവരൊക്കെ അംശാവതാരങ്ങളാണ്. ഇന്ദ്രൻ, യജ്ഞൻ, സുയജ്ഞൻ ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ വ്യത്യാസത്തോട് കൂടിയിട്ട് വിഭൂതി യോഗത്തിൽ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ അപ്പോൾ നമുക്കും ഈ പാർഷദ സങ്കല്പത്തിൽ നമ്മളവിടെ എത്തുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടത് ഒരു പക്ഷേ ഭഗവത് ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ എന്നുള്ള രീതിയിൽ, ഭക്തി ദേവി അങ്ങനെയാണ്, ഭഗവാന്റെ ഇച്ഛയാണ്. ഈ ഭക്തിദേവി ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പമല്ല, സാധിക്കില്ല. ഭക്തിയോട് കൂടിയിട്ടേ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നാരദൻ ഇവിടെ വന്നു. ആ നാരദന് ഭക്തിദേവി ഭാഗവത് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഒരിക്കലും നാരദനെ വിട്ടു പോവില്ല കേട്ടോ, അനുഗ്രഹിക്കേണ്ടത്. എനിക്ക് ഓജസ്സും തേജസ്സും തരൂ എന്ന് പറഞ്ഞ ആ ഭക്തിദേവി നാരദനോട് പറയുന്നുണ്ട്, അങ്ങ് ഈ ഓജസ്സും തേജസ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് ഏറ്റുമല്ലോ, ഇനി ഞാൻ അങ്ങയെ വിട്ടു പോവുകയേ ഇല്ല. അപ്പോൾ ഈ ഒരു അനുഗ്രഹം കിട്ടൽ നമ്മളും അറിയാതെ കണ്ട് വായിക്കുമ്പോൾ നമുക്കും ഇത് ഭക്തിദേവി തരാം. നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോവില്ല. ഇനി ഭാഗവതന്മാർ ഇതിൽ നിന്ന് വിട്ടുപോവില്ല. അപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും ഈ നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ അത് പ്രാരബ്ധം തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കണക്കാക്കുക, അത്രയേ വേണ്ടൂ. ഇപ്പോൾ പറഞ്ഞു വന്നൊരു സാരം ഇതാണ്, ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഭാവഹാവാദികളെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഉണർന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം, അത് അതേ പ്രകാരം സഹസ്രയുഗ പര്യന്ത ഉത്ഥായേദം ശുശ്രൂക്ഷത മരീചിമിശ്രാഋഷയ പ്രാണേഭ്യോഹം ച ജജ്ഞിരേ. അപ്പം ഇങ്ങനെ ഈ 1000 ചതുർയുഗകാലം നൈമിത്തിക പ്രളയം, രാത്രി ബ്രഹ്മാവിൻ്റെ രാത്രി കഴിഞ്ഞതിൻ്റെ ശേഷം ഉത്ഥായ എഴുന്നേൽക്കുന്ന ആ ഒരു രംഗം, ഇതം ഈ പ്രപഞ്ചത്തിൻ്റെ വീണ്ടും ശുശ്രൂക്ഷത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. മരീചിരാത്രി അങ്കിരസ പുലസ്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദ. ആ മരീചി തൊട്ടുള്ള എല്ലാ ഋഷിമാരുടെയും കൂടെ അവരുടെ പ്രാണൻ തൊട്ടുള്ള ഓരോന്നും തത്വം മുഴുവൻ ഭാവഹാവാദികളെ ഒക്കെ ചേർത്തുകൊണ്ട് ഞാനും അതിൽപ്പെട്ടു. അഹം ച പിന്നെയോ ജജ്ഞിരേ, ഇങ്ങനെ ജനിച്ചു. സഹസ്രയുഗ പര്യന്ത ഉത്ഥായേദം ശുശ്രൂക്ഷത മരീചിമിശ്രാഋഷയ പ്രാണേഭ്യോഹം ച ജജ്ഞിരേ. 30, 31 2 ശ്ലോകങ്ങൾ 10ാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകം തൊട്ട് നാളെ പറയാം. നാരായണ നാരായണ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ.